ഉത്തർപ്രദേശിലെ നോയിഡയിലെ സെക്ടർ 25 ജലാലു വിഹാർ അപ്പാർട്ട്മെൻറ്റ്. ആ വീട്ടിൽ താമസിച്ചിരുന്ന അച്ഛനും അമ്മയും ഒപ്പം 13 വയസ്സുള്ള മകളും, കൂട്ടത്തിൽ നേപ്പാൾ സ്വദേശിയായ ഒരു വേലക്കാരനും. പക്ഷേ രാത്രിയൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ അതിൽ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. മരിച്ചത് മകളും വീട്ടിലെ വേലക്കാരനും. ആ രാത്രിയിൽ പുറത്തുനിന്ന് ആരും അകത്തേക്കോ അകത്തുനിന്നാരും പുറത്തേക്കോ പോയിട്ടില്ല. മരണപ്പെട്ടവരുടെ ശരീരത്തിൽ മരണകാരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ആയുധം ഒന്ന്, മരിച്ച സമയം ഏകദേശം ഒരുപോലെ. എന്നാൽ ആര് എന്തിനു കൊന്നു? ഇന്നും രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ 16 വർഷങ്ങൾക്കിപ്പുറവും ഒരുപാട് നിഗൂഢതകൾ ബാക്കി വെച്ചുകൊണ്ട് തുടരുന്ന ആരുഷി തൽവാറിൻ്റെ കൊലപാതകത്തിൻ്റെ ചുരുളഴിയാത്ത കഥകൾ തേടിയാണ് നമ്മുടെ ക്രൈം സ്റ്റോറിയുടെ 3-ാം പാർട്ട് ഇന്ന് സഞ്ചരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വർഷം 2008, ദിവസം മെയ് 15. ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള സെക്ടർ 25, അതിലെ ജലാലുവിൻ അപ്പാർട്ട്മെൻറ്റ്. നഗരത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ ദന്തൽ ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ഡോക്ടേഴ്സ്, രാജേഷ് തൽവാറും നൂബർ തൽവാറും. അവരുടെ തന്നെ ഏക മകളാണ് 13 വയസ്സുകാരിയായ ആരുഷി തൽവാർ. പ്രായത്തിനേക്കാളേറെ കവിഞ്ഞ ബുദ്ധിയും ഒരുപാട് കഴിവുമുള്ള അവരുടെ തന്നെ മികച്ച മകൻ. അതേ വീട്ടിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യുന്ന നേപ്പാൾ സ്വദേശിയായ ഹേംരാജ്. തൻ്റെ ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് ഓർക്കുട്ടിൽ കുറിച്ച ആ പെൺകുട്ടി, അവളുടെ പേരാണ് ആരുഷി തൽവാർ. ആ രാത്രിയിൽ ആ വീട്ടിൽ എന്താണ് നടന്നത്? പുറത്തുനിന്ന് ആർക്കും കടന്നു വരാൻ സാധിക്കാത്ത ഒരുപാട് സുരക്ഷകൾ ഉള്ള, ഒരുപാട് സെക്യൂരിറ്റികൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ആ വീട്ടിലേക്ക് ആ മരണവുമായി ആരാണ് കടന്നു വന്നത്? അല്ലെങ്കിൽ ആ വീട്ടിലെ ആരാണ് ആ മരണത്തിന് കാരണക്കാരനായത്? ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഈ കേസിൻ്റെ അന്വേഷണം പോകുന്നത് ഒരുപാട് വഴികളിലൂടെയാണ്. അതിൽ തന്നെ ഒരുപാട് പേർ സംശയമുനയിലും വന്നു നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കേസിൻ്റെ നാൾ വഴിയിലേക്ക് പോകാം. ഇതേ സിറ്റിയിൽ തന്നെ ഈ പറയുന്ന രാജേഷ് തൽവാറിനും നൂബർ തൽവാറിനും 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ അവരുടെ സ്വപ്നങ്ങൾ ആഗ്രഹിച്ചാണ് ഡൽഹിയിൽ നിന്നും ഈ പറയുന്ന ഉത്തർപ്രദേശിലെ നോയിഡ എന്ന് പറയുന്ന നഗരത്തിലേക്ക് എത്തിയത്. സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുക എന്ന ആഗ്രഹവുമായിട്ടാണ് ഇവർ 2 പേരും ഇവിടെ എത്തുന്നത്. ആ സമയത്ത് തന്നെ ഇവർക്ക് അനിത എന്ന് പറയുന്നതും പ്രഫുൽ ഭുവാനി എന്ന് പറയുന്ന 2 ദമ്പതി സുഹൃത്തുക്കൾ ഈ പറയുന്ന നോയിഡയിൽ ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം ഒരുമിച്ചാണ് ആദ്യകാലങ്ങളിൽ ഇവർ ജോലി നടത്തിയിരുന്നത്. ഈ മരണം നടക്കുന്ന ദിവസമായ 2008 മെയ് 15 ഒരാഴ്ച കഴിഞ്ഞാൽ ആരുഷിയുടെ പിറന്നാളായിരുന്നു. പിറന്നാളിന് മുൻപ് തന്നെ ആരുഷിക്ക് സമ്മാനം നൽകണമെന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചു. അതിനെ തുടർന്ന് മെയ് 15-ാം തീയതി രാത്രി 10 മണിക്ക് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം സോണി 10 മെഗാ പിക്സൽ ക്യാമറ മകൾക്ക് സമ്മാനമായി അച്ഛനും അമ്മയും നൽകി. അന്ന് രാത്രിയിൽ തന്നെ ക്യാമറ ഉപയോഗിച്ച 23 ചിത്രങ്ങൾ ആരുഷി എടുത്തു. അവസാനത്തെ ചിത്രമെടുത്തത് 10:10-നാണ്. അത് കഴിഞ്ഞതിന് ശേഷം ദമ്പതികൾ ഉറങ്ങുവാനായി പോയി. 11 മണിയൊക്കെ ആയപ്പോൾ രാജേഷിന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നു. ഇൻ്റർനെറ്റിൻ്റെ റൂട്ടർ ഇരിക്കുന്നത് മകൾ ആരുഷിയുടെ മുറിയിലാണ്. അത് ചെയ്യുന്നതിന് വേണ്ടി അമ്മ ആരുഷിയുടെ റൂമിലേക്ക് വന്നു. ആ സമയം ആരുഷി ചേതൻ ഭഗത്തിൻ്റെ 3 മിസ്റ്റേക്ക് ഓഫ് ഫയൽ എന്ന പുസ്തകം വായിക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ അവളോട് കുശലമായ അന്വേഷണങ്ങൾ നടത്തിയിട്ട് അമ്മ തിരിച്ച് റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ വീട്ടിൽ ജോലിക്ക് വരുന്ന മറ്റൊരു വേലക്കാരി അവിടെ ഉണ്ടായിരുന്നു. ഭാരതി എന്നാണ് പേര്. അവർ എല്ലാ ദിവസവും രാവിലെ വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ
വേലക്കാരനായ ഹേംരാജാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. പക്ഷെ ഒരുപാട് ബെല്ലുകൾ അടിച്ചിട്ടും അന്നേ ദിവസം ആരും വാതിൽ തുറന്നില്ല. കഴിഞ്ഞപ്പോൾ ആരുഷിയുടെ അമ്മ വന്ന് മെയിൻ വാതിൽ തുറന്നു. പക്ഷേ മെയിൻ വാതിൽ തുറന്നാൽ മാത്രം അവിടുത്തെ വാതിലുകൾ മുഴുവനായി തുറക്കാൻ സാധിക്കത്തില്ല. മെയിൻ വാതിൽ കഴിഞ്ഞൊരു ഗ്രില്ലുണ്ട്. ഗ്രില്ല് കഴിഞ്ഞ് വലയിൽ നെയ്ത മറ്റൊരു ഡോറുമുണ്ട്. ഇതെല്ലാം തുറന്നാൽ മാത്രമേ ആ വീടിൻ്റെ മെയിൻ വാതിലിലൂടെ ഒരാൾക്ക് അകത്ത് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. മെയിൻ വാതിലായ തടിയുടെ വാതിൽ തുറന്നപ്പോൾ ഗേറ്റ് പുറത്തു നിന്ന് ആരോ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടുകാർ വിചാരിച്ചു ഹേംരാജ് പാല് വാങ്ങാനായി പുറത്തു നിന്നും ഗേറ്റ് പൂട്ടിയിട്ട് പോയതായിരിക്കുമെന്ന്. ഇതിൻ്റെ മറ്റൊരു സ്പെയർ കീ വീട്ടിൽ നിന്നും എടുത്ത് മുകളിലത്തെ ജന്നൽ തുറന്ന് പുറത്തേക്ക് ഇട്ടുകൊടുത്തു. ആ വാതിൽ തുറന്ന് ഭാരതി അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ ഭാരതി വളരെ ഞെട്ടലോടുകൂടിയാണ് അവിടുത്തെ കാഴ്ച കണ്ടത്. മകളുടെ റൂമിന് മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന അമ്മയുടെ രൂപം. ഭാരതി അകത്തേക്ക് കയറി ആയിഷയുടെ റൂമിലേക്ക്. അവിടെ കണ്ട കാഴ്ച കഴുത്തറുത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആയിഷയുടെ ശരീരമാണ്. തൊട്ടപ്പുറത്തെ റൂമിൽ നോക്കുമ്പോൾ, വേലക്കാരൻ്റെ റൂമിൽ നോക്കുമ്പോൾ അവിടെ മദ്യക്കുപ്പിയിരിക്കുന്ന കണ്ടു. ആയിഷയുടെ അച്ഛൻ അലമുറയിട്ട് കരയുന്നു, ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട്. ഇത് അവനാണ് ചെയ്തത്. സംശയമുണയെല്ലാം വേലക്കാരനിലേക്ക് ചെന്ന് നിന്നു. ഈ വാർത്ത കേട്ട ഉടനെ തന്നെ വേലക്കാരി പുറത്തേക്ക് ഇറങ്ങി ഓടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി. ആ നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ അവിടെ ഓടിക്കൂടി. എല്ലാവരും അവരുടെ വീടിനകത്തേക്കും മുറികളിലും അതുപോലെ തന്നെ മരണം നടന്ന അതേ മുറികളിലേക്കും അലക്ഷ്യമാമിതം ഓടിക്കേറി. അവർ അവിടെയെല്ലാം എന്തൊക്കെയോ പരതുന്നുണ്ടായിരുന്നു. ഒടുവിൽ പോലീസ് വന്ന് ആദ്യത്തെ അന്വേഷണത്തിൻ്റെ തുടക്കമെന്ന രീതിയിൽ വേണ്ടത് ഫോറൻസിക് പരിശോധനയാണ്. അതിന് വേണ്ടത് അവിടുത്തെ ഫിംഗർ പ്രിൻറ്റുകളും മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചപ്പോൾ അവിടെ നിന്നും ഒരു തരത്തിലുള്ള തെളിവുകളും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. കാരണം അന്നേരം തന്നെ ആ നാട്ടിലെ എല്ലാ ആളുകളും, ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും അവിടെ എല്ലാ മുറികളിലും അലക്ഷ്യമായിട്ട് കയറി അവിടെ എല്ലാവരുടെയുമുള്ള ഫിംഗർ പ്രിൻറ്റുകളൊന്നും തന്നെ എടുക്കുവാൻ സാധിക്കാതെ പോലീസ് ഒരുപാട് ബുദ്ധിമുട്ടി. തുടക്കത്തിൽ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നോയിഡ പോലീസ് അതൊന്നും നിയന്ത്രിക്കാൻ പോലും തുടക്കത്തിൽ ഒരു താല്പര്യം കാണിച്ചിരുന്നില്ല. എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി, എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊലയാളിക്ക് വേണ്ടി മൗനമായി നിൽക്കുന്ന ഒരു നോയിഡ പോലീസിനെയാണ് തുടക്കങ്ങളിൽ അവിടെ കാണുവാൻ സാധിച്ചത്. അന്വേഷണത്തിന്റെ സംശയം മുഴുവൻ വേലക്കാരിലേക്ക് ചെന്നു നിന്നു. ആയിഷയുടെ അച്ഛൻ പറഞ്ഞു, അവനിപ്പോൾ നേപ്പാളിലെത്തിയിട്ടുണ്ടാവും, നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിക്കൂ. ഈ പറയുന്ന പോലെ മകളുടെ മരണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന അച്ഛൻ്റെ വാക്കുകൾ കേട്ട് പോലീസ് വേലക്കാരനെ തേടിയുള്ള അന്വേഷണം ആരംഭിച്ചു. മുകളിലത്തെ ടെറസിലേക്ക് പോകാനുള്ള വാതിൽ അകത്തുനിന്ന് പൂട്ടിയിട്ട് ഗ്രില്ല് താക്കോലിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താക്കോല് മിസ്സിംഗ് ആണെന്നാണ് പോലീസുകാരോട് വീട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയിൽ പരിശോധിക്കാൻ പോലീസുകാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഈ പറയുന്ന വേലക്കാരനെ കണ്ടെത്തുന്നതിൽ പോലീസിന് കഴിയാതെ വന്നു. അന്വേഷണം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒന്ന് പരിശോധിക്കണമെന്ന രീതിയിൽ മുകളിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ടെറസിലേക്ക് പോകുന്ന സ്റ്റെപ്പുകളിൽ രക്തം പുരണ്ട പാട് കാണുവാനിടയായി. ഒടുവിൽ എന്തോ സംശയം തോന്നിയ പോലീസുകാർ ടെറസിലേക്കുള്ള വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോൾ ഈ വീടിൻ്റെ തന്നെ ടാങ്കിൻ്റെ കോർണറിലായിട്ട് 2-3 ദിവസം പഴക്കമുള്ള ഒരു ജീർണിച്ച മൃതശരീരം കിടപ്പുണ്ടായിരുന്നു. മൃതശരീരം പുറത്തേക്കെത്തിച്ച് വിശദമായ ഒരു പരിശോധന നടത്തിയപ്പോൾ ആ മൃതശരീരത്തിൻ്റെ ഉടമസ്ഥൻ ഈ വീട്ടിലുള്ള ആ വേലക്കാരനായ നേപ്പാൾ സ്വദേശിയുടേതായിരുന്നു. ഇത്രയും ദിവസം ഈ പറയുന്ന ആരുഷിയുടെ കൊലപാതകി എന്ന് കരുതിയിരുന്ന ആ മനുഷ്യൻ്റെ ഡെഡ് ബോഡിയാണ് ഈ വീട്ടിൻ്റെ തന്നെ മച്ചിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നു. ഏകദേശം ഒരേ സമയത്തിലാണ് രണ്ടുപേരുടെയും മരണം നടന്നിരിക്കുന്നത്. രണ്ടുപേരെയും കൊല്ലുവാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഏകദേശം ഒരേപോലത്തെ തന്നെയാണ്. അന്വേഷണം എവിടെ നിന്ന് തുടങ്ങുമെന്നറിയാതെ നോയിഡ പോലീസ് ഒരുപാട് സംശയത്തിൻ്റെ മുന്നിൽ മുന്നോട്ട് നിന്നു.